സുഭാഷിതം. യഹോവേ, എത്രത്തോളം ഞാൻ അയ്യം വിളിക്കുകയും നീ കേൾക്കാതിരിക്കുകയും ചെയ്യും. സാഹസനിമിത്തം ഞാൻ എത്രത്തോളം നിന്നോട് നിലവിളിക്കുകയും നീ രക്ഷിക്കാതിരിക്കുകയും ചെയ്യും. ഓ ലോർഡ്, ഹൗ ലോങ് ഷാൽ ഐ ക്രൈ ആൻഡ് യു വിൽ നോട്ട് ഹിയർ, ഈവൻ ക്രൈ ഔട്ട് ടു യു വയലൻസ് ആൻഡ് യു വിൽ നോട്ട് സേവ്. പലപ്പോഴും നാം ദൈവത്തോട് ചോദിക്കുന്ന ചോദ്യമാണ് ഹബക്കൂക്ക് പ്രവാചകനും ചോദിക്കുന്നത്. വീണ്ടും വീണ്ടും മാനസാന്തരത്തിനുള്ള ആഹ്വാനം ലഭിച്ചിട്ടും യഹൂദ ജനം ദുശ്ശാഠ്യത്തോടെ തങ്ങളുടെ പാപ വഴികളിൽ തന്നെ പിന്തുടർന്നു. ജനങ്ങളുടെ ഹൃദയകാഠിന്യം ഗ്രഹിച്ച പ്രവാചകൻ യഹോവേ, എത്രത്തോളം ഇതിങ്ങനെ തുടരും എന്ന് ചോദിക്കുന്നു. ഹബക്കൂക്ക് എന്ന പ്രവാചകന്റെ ദേശത്തെക്കുറിച്ചോ കുടുംബത്തെക്കുറിച്ചോ യാതൊന്നും വെളിപ്പെടുത്തിയിട്ടില്ല. ഹബക്കൂക്ക് പ്രവാചകൻ ദർശിച്ച പ്രവാചകം എന്ന് പറഞ്ഞ് പുസ്തകം ആരംഭിക്കുന്നു. ഹബക്കൂക്ക് എന്ന എബ്രായ നാമത്തിന്റെ അർത്ഥം ആലിംഗനം ചെയ്യുക, കെട്ടിപ്പിടിക്കുക, അല്ലെങ്കിൽ മുറുകെ പിടിക്കുന്നവൻ, മല്ല് പിടിക്കുന്നവൻ എന്നൊക്കെയാണ്. ഈ പുസ്തകത്തിന്റെ 1-ാം അധ്യായത്തിൽ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ ഹബക്കൂക്ക് ചില ചോദ്യങ്ങൾ ദൈവത്തോട് ചോദിക്കുന്നു. 5 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ ദൈവം അതിന് മറുപടിയും നൽകുന്നു. വീണ്ടും 12 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിലും അദ്ദേഹത്തിന്റെ ചോദ്യങ്ങളാണ്. 1-ാമത്തെ ചോദ്യം ഇതാകുന്നു: യഹൂദയുടെ ദുഷ്ടതയ്ക്ക് ശിക്ഷ കൊടുക്കാതെ എത്ര നാളിരിക്കും? അതിനുള്ള മറുപടിയാകുന്നു 5-ാം വാക്യം: ജാതികളുടെ ഇടയിൽ ദൃഷ്ടി വെച്ച് നോക്കുവീൻ, ആശ്ചര്യപ്പെട്ട് വിസ്മയിപ്പീൻ. ഞാൻ നിങ്ങളുടെ കാലത്തൊരു പ്രവൃത്തി ചെയ്യും, അത് വിവരിച്ചു കേട്ടാൽ നിങ്ങൾ വിശ്വസിക്കയില്ല. ലുക്ക് എമംഗ് നേഷൻസ് ആൻഡ് വാച്ച്, ബി അറ്റർലി അസ്റ്റൗണ്ടഡ്, ഫോർ ഐ വിൽ വർക്ക് എ വർക്ക് ഇൻ യുവർ ഡേയ്സ് വിച്ച് യു വുഡ് നോട്ട് ബിലീവ് ദോ ഇറ്റ് വെയർ ടോൾഡ് യു. എക്കാലത്തും ദുഷ്ടത പ്രവർത്തിക്കുന്ന ജനത്തെ ദൈവം ശിക്ഷിക്കാതെ വിടുകയില്ല എന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. ഒരിക്കൽ സങ്കീർത്തനക്കാരനായ ആസാഫിനും ഇതേ സംശയമുണ്ടായി. 73-ാം സങ്കീർത്തനം 3-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്: ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് എനിക്ക് അഹങ്കാരികളോട് അസൂയ തോന്നി. അവർക്ക് വേദന ഒട്ടുമില്ലല്ലോ, അവരുടെ ദേഹം തടിച്ച് ഉരുണ്ടിരിക്കുന്നു. അവർ മർത്യരെ പോലെ കഷ്ടതയിലാകുന്നില്ല, മറ്റു മനുഷ്യരെ പോലെ ബാധിക്കപ്പെടുന്നതുമില്ല. സങ്കീർത്തനക്കാരന്റെ അവസ്ഥയെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്: എന്നാൽ ഞാൻ എൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ചതും എൻ്റെ കൈകളെ കുറ്റമില്ലായ്മയിൽ കഴുകിയതും വ്യർത്ഥമായോ? ഒടുവിൽ അദ്ദേഹം ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരത്തിൽ ചെന്ന് അവരുടെ അന്തം എന്താകുമെന്ന് ചിന്തിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് മറുപടി കിട്ടി. 18-ാം വാക്യം വായിക്കുന്നത്: നിശ്ചയമായി നീ അവരെ വഴുവഴുപ്പിൽ നിർത്തുന്നു, നീ അവരെ നാശത്തിൽ തള്ളിയിടുന്നു. ദുഷ്ടപ്രവർത്തിക്കും ദുഷ്ടന്മാർക്കും നിശ്ചയമായും ശിക്ഷയുണ്ടായിരിക്കും. എന്തുകൊണ്ടാണ് അവർ ദുഷ്ടത പ്രവർത്തിക്കുന്നതെന്നുള്ളതിന്റെ കാരണം സഭാപ്രസംഗിക്ക് വെളിപ്പെട്ട് കിട്ടിയത് ഇങ്ങനെയാണ്: ദുഷ്പ്രവർത്തിക്കുള്ള ശിക്ഷാവധി തൽക്ഷണം നടക്കായികൊണ്ട് മനുഷ്യർ ദോഷം ചെയ്യുവാൻ ധൈര്യപ്പെടുന്നു. ദൈവത്തെ ഭയപ്പെടുന്ന ഭക്തന്മാർക്ക് നന്മ വരുമെന്ന് ഞാൻ നിശ്ചയമായും അറിയുന്നു. പ്രിയമുള്ളവരെ, നാം വിശുദ്ധിയോടും ഭയഭക്തിയോടും കൂടെ ദൈവത്തെ സേവിച്ച് ജീവിക്കുമ്പോൾ ദോഷം ചെയ്യുന്നവരുടെ പ്രവൃത്തികൾ കണ്ട് മനം മടുത്തു പോകരുത്. യഹോവ നീതിമാനെ ശോധന ചെയ്യുന്നു, ദുഷ്ടനെയും സാഹസപ്രിയനെയും അവന്റെ ഉള്ളം വെറുക്കുന്നു. ദുഷ്ടന്മാരുടെ മേൽ അവൻ കണികളെ വർഷിപ്പിക്കും, തീയും ഗന്ധവും ഉഷ്ണക്കാറ്റും അവരുടെ പാനപാത്രത്തിലെ ഓഹരിയായിരിക്കും. യഹോവ നീതിമാൻ, അവൻ നീതിയെ ഇഷ്ടപ്പെടുന്നു, നേരുള്ളവർ അവന്റെ മുഖം കാണും. നമുക്ക് വേണ്ടത് അതല്ലേ? അവിടുത്തെ മുഖം കാണുവാൻ, ദൈവത്തോടൊപ്പം നമുക്കായിരിക്കാൻ സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. കരുണയുള്ള പിതാവേ, ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ട് അഹങ്കാരികളോട് അസൂയ തോന്നാതെ വിശുദ്ധിയോടും ദൈവഭക്തിയോടും കൂടെ അടിയങ്ങൾക്ക് ജീവിപ്പാൻ കൃപ തരണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ. ആമേൻ.